കൽപ്പയിലെ ആപ്പിൾ തോട്ടങ്ങളുടെയും പൈൻമരങ്ങളുടെയും പച്ചപ്പിൽ നിന്ന് ലാമമാരുടെ നാടായ നാക്കോയിലേക്കാണ് യാത്ര. സമുദ്രനിരപ്പിൽ നിന്ന് 3662 മീറ്റർ ഉയരത്തിലാണ് നാക്കോ സ്ഥിതി ചെയ്യുന്നത്. അപകടം നിറഞ്ഞ യാത്രയാണ്. ആകാശം മുട്ടെ നിൽക്കുന്ന പടുകൂറ്റൻ പാറക്കെട്ടുകൾ, ഏത് നിമിഷവും പാറക്കഷങ്ങൾ തലയിൽ പതിക്കാം. മറുവശത്ത് അഗാധമായ താഴ്ചയും. പക്ഷേ സാഹസികതയിൽ ഹരം കണ്ടെത്തുന്ന സുഹൃത്തുക്കളാണ് കൂടെയുള്ളത്. ഭയം ലവലേശം തോന്നിയില്ല. റോഡരികിലെ ബോർഡ് കണ്ടോ? അതിൽ എഴുതിയിരിക്കുന്നത് ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിൽ ഇങ്ങനെ വായിക്കാം. നിങ്ങൾക്ക് ഇത് ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കാവുന്ന ഒരു സാഹസികതയാണെങ്കിൽ ഞങ്ങൾക്കിത് ഞങ്ങളുടെ ദൈനംദിന ജീവിതമാണ്. ഇത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ സ്ഥാപിച്ചതാണ്. കഠിനമായ ഇത്തരം പ്രദേശങ്ങളിൽ സുഗമമായ യാത്രയ്ക്ക് വഴിയൊരുക്കി തന്ന ഈ സംഘടനയെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഒരു ഇരുമ്പ് പാലത്തിനടുത്തെത്തിയപ്പോൾ ഡ്രൈവർ സഞ്ജയ് ഭയ്യ വണ്ടി ഒതുക്കി നിർത്തി. ടിബറ്റിൽ നിന്ന് ഒഴുകിയെത്തുന്ന സ്പിറ്റി നദിയും സത്ലജ് നദിയും കൂടിച്ചേരുന്ന ഗാബ് എന്ന പ്രദേശമാണിത്. ബുദ്ധമത വിശ്വാസത്തിന്റെ ഭാഗമായ കല്ലുകൾ ഇവിടെ കാണാം. പ്രാർത്ഥനകൾ കൊത്തിവെച്ച കല്ലുകളാണിവ. വഴിയരികിലും ആശ്രമങ്ങളിലുമൊക്കെ ഇവ കാണാൻ സാധിക്കും. കേവലം 2.5 മണിക്കൂർ കൊണ്ട് ഏകദേശം ഉച്ചയ്ക്ക് 1:30 ഞങ്ങൾ നാക്കോയിലെത്തി. അതിപുരാതനമായ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ ഇവിടെ ദർശിക്കാൻ സാധിച്ചു. ആദ്യം ഞങ്ങൾ പോയത് ഇവിടെയുള്ള ബുദ്ധമത ആശ്രമത്തിലേക്കാണ്. ഇതിനോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റി ഹാളിന്റെ ശിലാഫലകത്തിൽ റിംപോച്ചയുടെ പേരെഴുതിയിരിക്കുന്നു. ഈ ഇടവഴികളിലൂടെ നടന്ന് ഞങ്ങൾ എത്തിച്ചേർന്നത് പ്രകൃതിയുടെ മറ്റൊരു വിസ്മയ കാഴ്ചയിലേക്കാണ്. ഇതാണ് ഗ്രാമത്തിന്റെ ജീവനാഡിയായ നാക്കോ തടാകം, ഓഫ് ബീറ്റ് യാത്രികരുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷൻ. ഹിമാലയൻ മലമുകളിൽ 3600 അടി ഉയരത്തിൽ വില്ലോ മരങ്ങൾക്ക് നടുവിൽ ശാന്തമായുറങ്ങുന്ന പച്ചയും നീലയും കലർന്ന തടാകം. മനസ്സിൽ ഒരു ശാന്തതയും കുളിർമയും ഒക്കെ പകർന്നു നൽകാൻ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ വിവരണാതീതമാണ്. കണ്ടു തീർക്കാൻ ഇനിയും കാഴ്ചകൾ നിരവധിയാണ്. ഈ മനോഹരമായ തടാകത്തോട് വിട പറഞ്ഞ് അടുത്ത സ്ഥലമായ ഗൂ വില്ലേജിലേക്ക് 35 കിലോമീറ്റർ പിന്നിട്ട് ഞങ്ങൾ ആ വ്യത്യസ്തമായ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഗൂ വില്ലേജിലെ പ്രധാന ആകർഷണം സംഗ ടെൻസിൻ എന്ന ബുദ്ധ സന്യാസിയുടെ 500 വർഷം പഴക്കമുള്ള മമ്മിയാണ്. സന്യാസി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളിലൂടെയും ധ്യാനത്തിലൂടെയും സ്വയം മമ്മിയായി മാറിയതാണ് എന്നാണ് വിശ്വസിക്കുന്നത്. 1975-ലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ഒരു മൺകൂന ഇടിഞ്ഞപ്പോഴാണ് ITBP ഉദ്യോഗസ്ഥർ ഈ മമ്മി കണ്ടെത്തിയത് എന്നാണ് ഇവിടെയുള്ള രേഖകൾ പറയുന്നത്. അതിനിടയ്ക്ക് യാദൃശ്ചികമായി മറ്റൊരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങളുടെ കയ്യിലുള്ള ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും വ്യത്യസ്ത സമയം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഐഫോണിൽ സമയം 7:44, ആൻഡ്രോയിഡിൽ 5:14, ഏകദേശം 2.5 മണിക്കൂർ വ്യത്യാസം. അതിർത്തി കാക്കാനെത്തിയ ഒരു മലയാളി സൈനികനിൽ നിന്നാണ് ഇതിന്റെ ഗുട്ടൻസ് ഞങ്ങൾക്ക് പിടികിട്ടിയത്. അവിടെ നിന്ന് വെറും 30 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചൈന അതിർത്തിയിലെത്തും. ചൈനീസ് ടവറുകളിൽ നിന്നുള്ള സിഗ്നലുകൾ പിടിച്ചെടുത്താണ് ഐഫോണിൽ സമയം മാറിയത്. ഒരു സ്ഥലം, പക്ഷെ വ്യത്യസ്ത ടൈം സോൺ. ഇത്തരം കൊച്ചു കൊച്ചു വിസ്മയങ്ങൾ ഞങ്ങളുടെ യാത്രയെ കൂടുതൽ ആകർഷകമാക്കി. അങ്ങനെ അന്നത്തെ വിസ്മയ കാഴ്ചകൾക്ക് വിരാമമിട്ടുകൊണ്ട് വൈകിട്ട് 6:30 ഞങ്ങൾ താമസ സ്ഥലത്ത് എത്തിച്ചേർന്നു.